പോയി അവൾ എന്റെ താഴത്തെ റൂമിലാണ് താമസിക്കുന്നത്. അവളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും അറിയാമായിരുന്നു ഈ കാര്യം. അവളുടെ സംഭവം അറിയിച്ചപ്പോഴത്തേനും അവള് അവിടുന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതിന് 80 കിലോ ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എന്ന് അവള് ചിന്തിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹലോ, അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. മയക്കുപൊടി കഴിച്ചതിന് ശേഷം എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അവളെ പീസാക്കി ബാഗുകളിലാക്കി ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങള് ഇതെല്ലാം ചെയ്തത് അവളാണ്. അവൾ എന്റെ പുറത്ത് ജയിലിലായിരുന്നു. 3 വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു. ഇന്നലെ വിധി പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് 3 വർഷത്തെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വധശിക്ഷ. നിമിഷ ഇപ്പം ഇക്കാര്യങ്ങളൊന്നും ചെയ്തതെന്നാ പറഞ്ഞല്ലേ കൂടുതൽ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും എല്ലാവരും ഒരു ജീവന് വേണ്ടി അത്രയും അധികം ഓടുകയാണ്. അതിൻ്റെ ന്യൂസും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതെ, നിമിഷപ്രിയ എന്ന വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിമിഷപ്രിയ ചെയ്ത തെറ്റല്ലാതെ ആകുന്നില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. ഒരു മൃതശരീരത്തിനോട് കാണിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂരത കാണിച്ചു. പക്ഷെ അത് നിമിഷപ്രിയ അല്ല ചെയ്തത് എന്ന രീതിയിലും ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. നിമിഷപ്രിയ എന്ന വ്യക്തി ആരാണ്, എന്തിനാണ് യമൻ എന്ന രാജ്യത്ത് നിമിഷപ്രിയ എന്ന വ്യക്തിക്ക് വധശിക്ഷയ്ക്ക് വിധേയമായത്, എന്ത് കാരണത്താലാണ് അവൾ വധശിക്ഷയ്ക്ക് വിധേയമായത്? അതുപോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യത്വപരമായി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനല്ലേ രക്ഷിക്കാൻ സാധിക്കട്ടെ, വധശിക്ഷയ്ക്ക് വിധേയമാകാതെ ആ നിയമക്കുരുക്കിൽ നിന്ന് നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും നിമിഷപ്രിയ ചെയ്ത തെറ്റ് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് തൂത്തുമായ്ച്ച് കളയാൻ സാധിക്കുന്നതല്ല. അത് നമ്മൾ പറയണം. കാരണം നിമിഷപ്രിയ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയ കുറേ വർഷമായി യമൻ എന്ന രാജ്യത്തായിരുന്നു. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വരികയും ഒരാളെ വിവാഹം ചെയ്യുകയും പിന്നെ ഭർത്താവുമൊത്ത് തിരിച്ച് യമൻ എന്ന രാജ്യത്ത് വന്ന് താമസിക്കുകയും ചെയ്തിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണും. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർ തിരിച്ച് ഭർത്താവും കുഞ്ഞും മകളുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. നിമിഷപ്രിയ അവിടെ തന്നെ സെറ്റിൽഡ് ആവുകയാണ്. അപ്പം അത് കഴിഞ്ഞ് കുറേ നാൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതിന് ശേഷം നിമിഷപ്രിയയ്ക്കൊരു ബുദ്ധി തോന്നുകയാണ്, സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്ന്. അത് സാധ്യമാകുന്ന കാര്യമല്ല, അത്രയും ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ സിറ്റിസൺസിന് മാത്രമേ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസ് അനുവദിക്കത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന ആർക്കും അവരെ അനുവദിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ അതിനു വേണ്ടി ഇവർ തലാൽ എന്ന വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയും അങ്ങനെ പുള്ളിക്കാരൻ ഇത് സമ്മതിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഒരുമിച്ചൊരു സ്ഥാപനം തുടങ്ങുകയാണ്. പക്ഷേ തലാലിന് ഇതിൻ്റെ അകത്ത് അവകാശങ്ങളൊന്നുമില്ല. കാശും കാര്യങ്ങളും എല്ലാം നിമിഷപ്രിയയാണ് മുടക്കുന്നത്. ലൈസൻസ് ആ വ്യക്തിയുടെ പേരിലാണെന്ന് മാത്രം. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡനങ്ങൾ നേരിടാൻ തുടങ്ങി. ഇവർ ലീഗലി തലാലുമായി അവിടെ മാരേജ് കഴിഞ്ഞു എന്നൊക്കെയാണ് ന്യൂസ് ചാനലുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവർ ലീഗലി മാരേജ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കിട്ടിയ വിവരം എന്ന് പറയാം. ന്യൂസ് ചാനലുകളിലൂടെ പുറത്തു വരുന്ന വിവരം ഇവർ ലീഗലി മാരേജ് കഴിഞ്ഞതാണ്. അതിനുശേഷം ഇവരുടെ സ്ഥാപനത്തിലാണെങ്കിലും തലാല് ഒരുപാട് അധികാരം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായി നിമിഷപ്രിയനെ ഉപദ്രവിക്കുകയും ഒരു രക്ഷയുമില്ല. പാസ്പോർട്ട് സഹിതം ഇവർ മേടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഒരു രക്ഷയുമില്ലാതെ ഏറ്റവും അവസാനമാണ് ഈ തലാൽ എന്ന വ്യക്തിനെ വധിക്കാൻ വേണ്ടി നിമിഷപ്രിയ തീരുമാനിക്കുന്നത്. അതും അവിടുത്തെ വാച്ച്മാനാണ് അതിനുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതും അനസ്തേഷ്യ കൊടുത്ത് മയക്കണം
വേണം എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഡോസ് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പുള്ളിക്കാരന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡോസ് അനസ്തേഷ്യ വീണ്ടും കൊടുത്തു. അപ്പോൾ ഡോസ് കൂടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മരണവെപ്രാളത്തിൽ അലറി വിളിക്കുന്നതാണ് പുള്ളിക്കാരി കണ്ടത്. ആ വെപ്രാളത്തിൽ പുള്ളിക്കാരി ഉറക്ക ഗുളികയോ എന്തോ എടുത്ത് കഴിക്കുകയും ചെയ്തു. അതും 2 ഡോസ് കഴിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്കും ബോധമില്ലാതെ ആയി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് നേഴ്സുണ്ട് ഹനാൻ, ഇവരെല്ലാവരും കൂടിയാണ് രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നത്. ആ ഹനാനാണ് ഈ നിമിഷപ്രിയ എന്ന വ്യക്തിക്ക് ബോധം പോകുന്ന സമയത്ത് ഹനാനാണ് ഇയാൾ ഡോസ് കൂടി കൊടുത്തു, ഇയാൾ മരിച്ചു എന്നാ പറയുന്ന സമയത്ത് ഹനാനാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തതും ഇയാളെ ഇത്ര കഷ്ണമാക്കി മുറിച്ച് ചാക്കിലാക്കിയതും 108 കഷ്ണങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ഇതൊക്കെ ഓൺലൈൻ മീഡിയാസ് ചാനൽ പെരുപ്പിച്ച് പറയുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇത്ര കഷ്ണങ്ങളാക്കി ഹനാനാണ് ചെയ്തത് എന്നാണ് നിമിഷപ്രിയ. അന്നത്തെ സമയത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു സോഷ്യൽ വർക്കർ ചെന്നിരുന്നു. നമ്മുടെ മലയാളി അസോസിയേഷൻ പോലെ ഒരു വർക്കറൊക്കെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ വർക്കർ ചെന്ന സമയത്ത് ആ സോഷ്യൽ വർക്കർ ന്യൂസ് മീഡിയയിൽ വന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ആ തരിച്ചിരിക്കുന്ന സമയത്ത് ഹനാനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതും അതും വെട്ടി നുറുക്കിയ കാര്യം പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ എന്ന വ്യക്തിക്ക് അറിയില്ലായിരിക്കാം എന്നാണ്. അതിനുശേഷം ഇവർ വാട്ടർ ടാങ്കിലോ എന്തോ മറ്റോ കൊണ്ട് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ പക്ഷേ അത് നിമിഷപ്രിയ ഈ പുള്ളിക്കാരിയോട് അത് തുറന്നു പറയുകയാണ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിനും നിമിഷപ്രിയ മറുപടി ഒന്നും പറയുന്നില്ല. ഇങ്ങനെയാണ് നടന്നതെന്നാണ് സംഭവം പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാന്തപുരം ഉസ്താദും കാര്യങ്ങളുമൊക്കെ അവരോട് നേരിട്ട് സംസാരിച്ച് 16-ാം തീയതി നടത്തേണ്ട വധശിക്ഷ ഇപ്പം നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പം വധശിക്ഷ നടക്കാതിരിക്കട്ടെ എന്ന് പറയാം, ഒരു ജീവനല്ലേ എന്ന് വെച്ച് നമുക്ക് ഒരു പരിഗണന കൊടുക്കാം. പക്ഷേ അവരുടെ തലാലിൻ്റെ കുടുംബം ഇവർക്ക് മാപ്പ് നൽകിയെങ്കിൽ മാത്രമേ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവർ മാപ്പ് നൽകുന്നില്ല. അവർ മാപ്പ് നൽകാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നത് പോട്ടെ, ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷെ ആ മൃതശരീരത്തിനോട് കാണിച്ച ക്രൂരത ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ ശരീരം പോലും ലഭിച്ചില്ല, അത്രയും കഷ്ണങ്ങളാക്കി മുറിച്ചാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്. ആ ശരീരത്തിനോട് കാണിച്ച ക്രൂരതയാണ് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് അവർ പറയുന്നത്. ഇപ്പം അവരെ ആണെങ്കിലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും മാപ്പ് നൽകാൻ തയ്യാറാവില്ല. കാരണം ആ മൃതശരീരത്തിനോട് അത്രയും ക്രൂരത കാണിച്ചു എന്നാണ് അവരെടുത്തെടുത്ത് പറയുന്ന കാര്യം. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഇന്നലത്തെ ന്യൂസിലൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊരു അനുനയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചർച്ചകളിൽ സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട്. നേരത്തെ അതിനൊന്നും അവർ വില്ലിങ് ആയിരുന്നില്ല. ഇപ്പം അതിനൊക്കെ വില്ലിങ് ആയി വരുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ആ ജീവൻ തിരിച്ചു കിട്ടിയേക്കാം എന്ന് പറയാം, അവർ മാപ്പ് കൊടുത്തേക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ. കാരണം അവരുടെ വീട്ടിലെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. കാരണം അത്രയും പുള്ളിക്കാരി അനുഭവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെയൊന്നുമല്ല, ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റൽ തുടങ്ങിയതും സകല കാര്യങ്ങളും എന്ന് പറഞ്ഞ് ഭർത്താവ് രംഗത്ത് വന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ഒറ്റമുറി വീട്ടിൽ, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ഒറ്റമുറി വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ഇവർ തമ്മിൽ ആലോചിച്ചിട്ടാണ് ഹോസ്പിറ്റൽ തുടങ്ങാൻ തീരുമാനമെടുത്തതും പൈസയും കാര്യങ്ങളും എല്ലാം നാട്ടിൽ നിന്നും അവിടെ നിന്നും എല്ലാം കടം മേടിച്ച് സ്വരൂപിച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അപ്പം ഈ തലാൽ എന്ന വ്യക്തി അവരുടെ ഹോസ്പിറ്റലിൽ നേരത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ അത്രയും അടുപ്പമുള്ളത് കൊണ്ടാണ് തലാലുമായിട്ട് സംസാരിക്കുന്നതും തലാൽ ലൈസൻസ് തൻ്റെ പേരിലെടുക്കാൻ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം തലാലിനൊരു അവകാശവും ഇല്ല, പണവും കാര്യങ്ങളും എല്ലാം ഇവരാണ് മുടക്കുന്ന രീതിയിലാണ് ഇത് തുടങ്ങുന്നതെന്നാണ് പുള്ളിക്കാരനും പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഒരു ദിവസം ഇവർ ഹോസ്പിറ്റലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം നല്ല രീതിയിൽ വരുമാനം വരാൻ തുടങ്ങി. അപ്പം തലാലിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അവൻ അതിൻ്റെ അകത്ത് അവകാശം വേണമെന്നും അതുപോലെ തന്നെ അവൻ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പം അവിടെ ക്യാഷറായിട്ടിരിക്കുന്ന ആളോട് ചെന്ന് നിമിഷപ്രിയ എന്തിനാണ് കാശ് കൊടുത്തത് എന്ന തരത്തിൽ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ എന്ന് തലാൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മറുപടി പറയാം. അവിടെ തൊട്ടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് ഭർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവർ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യാണ്. പലയിടത്തുനിന്നും പോയി കടം മേടിച്ചിട്ട് എൻ്റെ ഭാര്യയാണ് അടച്ചോളും എന്ന രീതിയിൽ ഇവരെ ചൂണ്ടിക്കാണിക്കുകയും ഇവരതിനെതിരെ നിമിഷപ്രിയ പലതവണ കേസ് കൊടുത്തതാണ്. ഒരു തവണ കേസ് കൊടുത്ത് 7 മാസത്തോളം തലാൽ
ജയിലിലായിരുന്നു എന്ന് പറയാം. അതിനുശേഷം വരുമാനം കൂടിയതാണ്. ഇത്രയും വരുമാനം വരുമെന്ന്, ആ സ്ഥാപനത്തിൽ വരുമെന്ന് പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരൻ ഒരു സാധാരണക്കാരനാണ് എന്നാണ് ഭർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്നൊരു അടിയന്തര യുദ്ധവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഭർത്താവിനും കുഞ്ഞിനും തിരിച്ചവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത്. അപ്പൊ കുറെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ തലാല് പുറകെ നടന്ന ശല്യം ചെയ്യലും കാര്യവും എല്ലാമായിരുന്നു. പിന്നെ ശാരീരികമായും മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളും എല്ലാം സഹിക്കാതെ വന്നാണ് നിമിഷപ്രിയ അങ്ങനെ ചെയ്തത്. പക്ഷെ മരണം അവൾ കൊന്നത് തന്നെയാണ് എന്ന് ഭർത്താവും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തെറ്റ് ചെയ്തതാണ്, പക്ഷെ അതുപോലെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് പുള്ളിക്കാരി ചെയ്തത് എന്നാണ് ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് പറയാം. പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു സെന്റിമെന്റൽ അപ്രോച്ചും കാര്യങ്ങളും ഒന്നും ഈ വിഷയത്തിൽ എനിക്ക് നിമിഷപ്രിയോട് തോന്നുന്നില്ല. കാരണം തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അതിനിപ്പം അവർ മാപ്പ് കൊടുക്കട്ടെ, ജീവൻ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കാരണം ഒരു ജീവനല്ലേ, മനുഷ്യത്വപരമായി ചിന്തിച്ച ഒരു ജീവനല്ലേ, അത് രക്ഷപ്പെടട്ടെ എന്ന് പറയാം. രക്ഷപ്പെടണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തെറ്റു ചെയ്തിട്ടുണ്ട്. ഒരു മരണം എന്നൊരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നാം അല്ലേ. ഒരു വിധത്തിൽ സഹികെട്ടിട്ട് ചെയ്തതായിരിക്കാം, ഒന്നും ചിന്തിക്കാതെ സഹികെട്ട് അത് ചെയ്തതായിരിക്കാം. ന്യായം പുള്ളിക്കാരത്തിയുടെ ഭാഗത്തും കാണും. പക്ഷെ ഒരു ജീവനാണ് പോയത് എന്നതും സത്യമായ കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ കൊലക്കേസിലൊക്കെ പ്രതിക്ക് വേണ്ടി വാദിച്ചിരുന്ന വക്കീല്, പേരെടുത്ത് പറയുന്നില്ല, മരണപ്പെട്ട വ്യക്തിയല്ലേ. അപ്പൊ ആ വക്കീല് മരിച്ച സമയത്ത് ആ വക്കീലിന്റെ മരണം പോലും ആഘോഷമാക്കിയ കേരളമാണ് ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി വാദിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ തെറ്റ് ചെയ്തവരെ എല്ലാം കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ഇപ്പൊ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ജീവനല്ലേ, രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പറയാമല്ലോ. ഓരോരുത്തർ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ പോസിറ്റീവായിട്ടൊരിത് പ്രതീക്ഷിക്കാം. പക്ഷെ അവർക്ക് മാപ്പ് കൊടുക്കാൻ മനസ്സ് തോന്നട്ടെ എന്ന് നമുക്ക് പറയാം. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വലുതായിട്ട് ഇതിനു വേണ്ടി എനിക്കൊരു സെന്റിമെന്റൽ അപ്രോച്ചോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് ഇത്ര വലിയ സംസാരിക്കണം തോന്നി അതാണ് സംസാരിച്ചത് തന്നെ.